ഞാനൊരു കാർഡ് പോസ്റ്റ് ചെയ്തിരുന്നു. 1 കിലോ മത്തിക്ക് 400 രൂപ, ഒരു സ്ക്വയർ ഫീറ്റ് വൈറ്റ് മാർബിളിന് 96 രൂപ എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഒരുപാട് ബാഡ് കമൻറ്റ്സ് വന്നു. എൻ്റെ മെസ്സേജിൽ വാട്സാപ്പിലേക്ക് ഒരുപാട് മെസ്സേജസ് വന്നു. നിങ്ങൾക്ക് മാർബിൾ വെച്ചിട്ട് കറി വെക്കാൻ പറ്റുമോ? ഇനി ഒരുപാട് അതുപോലത്തെ ഒരുപാട് ബാഡ് കമൻറ്റുകൾ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കാർഡ് പോസ്റ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്തേക്ക് ഒരു സുഹൃത്ത് വന്നിരുന്നു. അവരും അവരുടെ ഭാര്യയും കൂടെ വന്നിരുന്നു. അവർ പറഞ്ഞൊരു കഥ കേട്ടോ. അത് എൻ്റെ മനസ്സിൽ നന്നായിട്ട് കൊണ്ടു. അതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒരു പോസ്റ്റ് ചെയ്ത്. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഭർത്താവിന് ഏറ്റവും ഇഷ്ടം മാർബിൾ ഇരിക്കാനായിരുന്നു അവരുടെ വീട്ടിനകത്ത്. പക്ഷേ കയ്യിൽ ക്യാഷ് ഇല്ല. ഈ കാര്യം എപ്പോഴും ഭാര്യയോട് പറയായിരുന്നു. അങ്ങനെ ലീവിന് നാട്ടിൽ വരുന്ന സമയത്ത് ഭാര്യ പറഞ്ഞു നമുക്ക് മാർബിൾ വാങ്ങിക്കാൻ പോകല്ലേ. അപ്പോൾ ഭർത്താവ് പറഞ്ഞു സ്വാഭാവികമായിട്ടും എൻ്റെ അടുത്ത് ക്യാഷോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് ടൈൽസിലേക്ക് മാറാം തൽക്കാലം, പിന്നീട് പൈസ ഉണ്ടാകുന്ന സമയത്ത് മാറാം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഭാര്യ പറഞ്ഞു അത്യാവശ്യത്തിന് ക്യാഷ് എൻ്റെ കയ്യിലുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം, നമുക്ക് നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ ഒരു കാര്യം അവർ എന്നോടൊന്ന് പറഞ്ഞു. എന്നിട്ട് ഭാര്യ പറഞ്ഞ കാര്യം, ഭർത്താവ് ശമ്പളം കിട്ടുമ്പോൾ എനിക്ക് തരുന്ന കുറച്ച് ക്യാഷിൽ നിന്ന് ഞാൻ ചിലവിൽ വരുന്ന ഇത് മാക്സിമം വെട്ടിച്ചുരുക്കി. ഏകദേശം ഒരു വർഷത്തോളമായി വീട് പണി തുടങ്ങിയതിന് ശേഷം ഞാൻ കുറച്ച് കുറച്ച് പൈസകൾ നമ്മളെ ചിലവിൽ നിന്ന് ചിലവിന് വേണ്ടി തരുന്ന പൈസയിൽ നിന്ന് കുറച്ച് കുറച്ച് പൈസകൾ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് എൻ്റെ കയ്യിൽ ഏകദേശം ഇപ്പോൾ ഒരു 1,00,000 രൂപകളായിട്ടുണ്ട്. നിങ്ങൾ ഇതിന് പറ്റുന്നൊരു മാർബിൾ ഈ ഒരു ബഡ്ജറ്റിൽ എനിക്ക് ക്വാളിറ്റി അല്ല, എനിക്ക് കല്ലായാൽ മതി, ഡിസൈൻസോ കാര്യങ്ങളൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല, എനിക്ക് കല്ലായി കിട്ടിയാൽ മതി. എൻ്റെ ഹസ്ബൻഡിനും അത് തന്നെയാണ്, കല്ല് വിൽക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് സാധിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ എനിക്കത് ഭയങ്കരമായിട്ട് കൊണ്ടുട്ടോ. ഞാനത് അവർക്ക് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ചെയ്തിട്ട് തന്നെ കൊടുത്തു. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ആഗ്രഹിച്ചത്. ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലെ തന്നെ. അവർ ഡിസൈൻസോ കാര്യങ്ങളൊന്നും അല്ല ആഗ്രഹിക്കുന്നത്. വീട്ടിനകത്ത് അവരുടെ സ്വന്തം വീട്ടിനകത്ത് മാർബിൾ വിരിക്കണം, അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള കല്ല് വിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ.